ഓളിപ്പോ കറുകുപ്പായൊക്കെ തിരുമ്പിട്ടുണ്ട് റമദാൻ മാസം ആയപ്പോ ആമീനൊക്കെ കൊറേ നേരമായി പോലും പോകുന്നുണ്ട് ഇപ്പോഴാ അവിടെ എത്തിയിട്ടുള്ളൂ. നടക്കാനും ബജ കണ്ടാ ഓക്ക്. ഓ ഇതാപ്പ അതിൻ്റെ കോലം ഇങ്ങനെ അയക്കണ്, വേറെ നോക്കാൻ അയക്കണ് ഇപ്പോ. അല്ല മനസ്സിലാ നിങ്ങളിവിടെ ഇരിക്ക, നിങ്ങള് നനക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്ക. എത്ര നേരം നിങ്ങൾ പോന്നിട്ട് അവിടുന്ന്? അരമണിക്കൂറായി നിങ്ങൾ പോന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കന്നെ പണി. നിങ്ങള് നനക്കാൻ പറഞ്ഞാണ് നിങ്ങൾ ഇവിടെ ഇരിക്ക. ഞാൻ കുറച്ച് നനച്ചണേ. എവിടെ നനക്കണേ? അവിടുന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കണേ. ഇല്ല വെയിലാണ്, ഞാൻ കുറച്ച് നനച്ചു നനക്കും. അന്നെ കൊണ്ടപ്പോ മനസ്സം കുടുങ്ങിയായി. കൊറേ നനക്ക, എത്ര കാലം നനക്കാണ്ട് മനസ്സാ. ഇവിടെ ഇങ്ങനെ എന്താ നനക്കലയ്യോ? ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് പള്ളി പോണ്ടെന്ന് എന്താണെടുക്കാന് ഞാൻ നനച്ചിക്കണം. നനച്ചൂടെ ഞാൻ നനക്കാ. കുട്ടിയെ വരുമ്പോത്തിന് നനച്ചില്ലെങ്കിൽ ഓനെ തൊള്ളകളെ കേക്കണ്ടി വരും നിങ്ങള്. അതൊക്കെ അറിയാലോ നിൽക്കൂറേ. ഇതിപ്പോ ചായ കൊടുക്കണോ? ചായ കൊണ്ടുവരാ നന വന്നു നോക്കണ്ട ആദ്യം. ഒരു മുറുക്ക് ചായ ഒക്കെ പെര ഉണ്ടാക്കി നമുക്ക് നനച്ച് വെച്ചിട്ട് പെര പോയിട്ട് കുടിച്ചാ. നീ റോട്ടൊക്കെ കുടിച്ചേ? റോട്ട് പോകണ്ട, ഇന്ന് വെള്ളിയാഴ്ച ഞാൻ പെര പോയില്ല. പെരേന്ന് പോയി കുടിച്ചിട്ട് പോയാ പോരെ. ഓ രണ്ടാണ് വന്നേക്കാ താങ്ങി പിടിച്ചാ നിജും. അല്ലാത്ത ഇങ്ങോട്ട് നടക്കാൻ വെക്കണ്ട. നിങ്ങള് നടക്കണ്ടല്ലോ, വന്ന് നോക്കണ്ട ഇവിടെ. നിങ്ങൾ അല്ലെങ്കിലേ ഒരു ഉടായിപ്പാ. ഞാൻ അങ്ങനെ ആലോചിക്കണം ആമിയ. വല്ലാത്തൊരു അടുത്തൊരു ജന്മം ഉണ്ടാവോ? എന്താ മനസ്സാ? അല്ല അങ്ങനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പന്നി ആയിട്ടോ പുലി ആയിട്ടോ കടുവായിട്ടൊക്കെ ആണ് ജനിച്ചാൽ മതിയോ? എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? സുഖമാണ്. എന്നെ പോലത്തെ ഒരാളാണ് കടിച്ചു തിന്നാൽ മതിയല്ലോ. കടിച്ചു തിന്നാലും പിന്നെ നേരെ കൊണ്ടുപോകും നല്ല സ്ഥലത്തേക്ക്. ഇപ്പൊ കണ്ടില്ലേ വയനാട് ഇപ്പോൾ ഒരാളെ പുലി കടുവ കടിച്ചു. ആ കടുവ കടിച്ചിട്ട് എത്തായത് കടുവനെ പിടിച്ചു നല്ല സുഖമുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയിട്ടു. ആ മനുഷ്യൻ പോവുകയും ചെയ്തു. ആ മരിച്ചാൾ പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ വല്ല മൃഗമായിട്ട് ജനിച്ചാണ് എൻ്റെ അടിയിലൊക്കെ നല്ലത്. നന്നായി കൊന്നാലും നല്ല സ്ഥലത്ത് കൊണ്ടുപോയിടുമല്ലോ. വല്ലാത്തൊരു മനുഷ്യനാണ്. അല്ല ഞാൻ തമാശ പറയല്ല. എന്താ ആലോചിക്കാ? കൂടു നേരം പറ്റാ കൂടു ഇതന്നെ എപ്പോഴും എനിക്കുള്ളത്. നമുക്ക് പറയാനുള്ള പറയേണ്ട മനസ്സാ. പണികൾ ചെയ്യാതെ ചെയ്യും വേണ്ട. എന്തൊക്കെ പണിയുണ്ട് പെരയത്തെ പണികളൊക്കെ അറിയണ്ട. പള്ളിക്കലെ മൂലയോട് ഒരു സംശയം ചോദിച്ചാണ്ട്. അത്ത മനസ്സാ പള്ളിക്കലെ മൂലയാരോട് സംശയം ഒക്കെ ചോദിച്ചാണ്ട് വിളിച്ച നമ്പറിന്റെ അടുത്തുണ്ടേ. അയാളെ നമ്പർ തന്നീനോ? അയാൾക്കൊരു സംശയം നിങ്ങൾക്ക് മൂലയാരോടൊക്കെ ചോദിക്കാനുള്ള സംശയം. ഒരു തൈലം വേണം പറഞ്ഞോ. ആ നമ്പർ ഇതിലുണ്ട്. ബാബ മുസ്ലിയാർ. ബാബ സനി കുളിച്ചാണാവോ? ആ ഉസ്താദേ അസ്സലാമു അലൈക്കും. ഈരാക്കാണ്. ഞാനേ ഒരു സംശയം ചോദിച്ചാണ്. ഇപ്പം നമ്മളിപ്പോൾ മരിച്ചെന്നാൽ നമ്മളിപ്പോൾ സ്വർഗത്ത് പോകുകയാണെങ്കിലേ ഇവിടുത്തെ പെണ്ണുങ്ങൾ അവിടെ ഉണ്ടാവോ സ്വർഗത്തിൽ? ഉണ്ടാവും. അതെങ്ങനെ ഉസ്താദ് ഉണ്ടാകുക? അതെന്താവുന്നല്ല നിങ്ങൾ വിചാരിച്ച അതിരുന്നുള്ള സംശയിച്ചാനൊന്നുമില്ല. ഞാൻ വേറൊരു സംശയം ചോദിച്ചാണ്. ഇവിടുത്തെ പെണ്ണുങ്ങൾ അവിടെയും പെണ്ണുങ്ങളാവുമോ? അതിന് ഞാൻ സ്വർഗത്ത് പോകുന്ന എങ്ങനെ ഉറപ്പില്ലേ? അല്ല അതൊരു കാര്യമാണ്. നിസ്കാരം നോൻപൊക്കെ ഉണ്ടായാൽ മതി. ഒന്നൊക്കെ ഞാൻ അല്ലെങ്കിൽ പുതിയാപ്പിള നരകത്തിൽ അല്ലെങ്കിൽ ഓള് സ്വർഗത്ത്. അങ്ങനെ അല്ലേ? രണ്ടാളൊപ്പം സ്വർഗത്ത് പോകുമ്പോൾ പ്രശ്നം അല്ലേ? അങ്ങനെയാണ്. ആരെങ്കിലും ഒരാളുണ്ട് ഈ നിസ്കാരം കുറച്ചാൽ മതി, അപ്പം നരകത്ത് പോയിക്കോളൂ അല്ലേ? അതില്ല. അത് നല്ലത് അല്ലേ? എൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വേറെ ഒരു ചങ്ങായിയേ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞതാ. അവസ്ഥാനോട് ചോദിച്ചു നോക്കാറേ.
സംഭവം അങ്ങനെ ഉണ്ട് അല്ലേ ഹദീസിലോ ആ എന്നായിക്കോട്ടെ എന്നാ ആ അസ്സലാമു അലൈക്കും നല്ല കുട്ടിയല്ല അമീന ഇതൊന്നൊരു കാര്യം ചെയ്യും ഇനി മുതലേ ഇത് നിൽക്കണ്ട ഞാൻ പറഞ്ഞത് കേക്ക് ചൂടാണല്ലേ യൂട്യൂബിൽ ഇങ്ങനെ മോചന്മാർ ദിക്കറിയിലുണ്ടല്ലോ അത് കേക്കണ്ട അതും കേൾക്കാതെ പിന്നെ നോമ്പ് നോക്കണ്ട ചെറു സമാധാനം ഇനി മുതൽ ഞാൻ നിൽക്കാ നോമ്പ് നിൽക്കുക ഓതുക നിങ്ങള് ആ ഇതാ പണി ചെയ്തല്ല ഞാൻ ഒന്നും ചെയ്യണ്ട എന്നിട്ട് വേണം പഠിച്ചോൻ്റെ അടുത്ത് നിനക്ക് കുറ്റം കിട്ടാൻ കുറ്റം കിട്ടാനല്ല ഇത് ഞാൻ ഇനി അവിടെ ചെന്നാലും ഓരോട് നിൽക്കണ്ട വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഇന്ന നരകത്തേക്ക് പറഞ്ഞേക്കള പരിപാടിയാ അതന്നെ സൗകര്യം തരൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി മുതല് ഇത് ഒരു പണി ഈ ഭാഗത്തും ചെയ്യല്ല ഇതാണ് നിൽക്ക് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ നിങ്ങള് കേട്ടോ അത് നല്ലത് ഇച്ചൊരു സമാധാനത്തിനാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സ്വർഗം നരകമൊക്കെ പഠിച്ചോ തീരുമാനിച്ചോളൂ നിങ്ങളെ ഇപ്പൊ നടക്കിയാണ്ട് ഞാൻ നനച്ചോളാം ഉണ്ടല്ലേ ഇവിടെ ഇരുന്നോ ഇല്ല എല്ലായിടത്തും എത്തട്ടെ നിങ്ങളാ സ്വർഗം നരകം അടക്കട്ടെ ചിലക്കൊക്കെ മൊത്തം നനക്കി നിങ്ങള് ആരപ്പന്നെ ഇങ്ങോട്ട് ഇവിടെ ഒന്നും നഞ്ഞില്ല ഇവിടെ നോക്കിട്ട് നനക്കി ആ ഇത് പോയിക്കാം പോണു ഞാൻ ഇവിടെ നനച്ച് നിങ്ങള് നനച്ചിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ